ആരോഗ്യമേഖല സർക്കാരിനെ അവഗണിക്കുന്നുവെന്നാരോപിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പുതുക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരിയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ, UDF കൺവീനർ സോമൻ മൂത്രത്തിക്കര, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, AB പ്രിൻസ്, മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിയപ്പറമ്പിൽ, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, സിജോ ഇടപ്പള്ളി, ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് സെക്രട്ടറിമാരായ വർഗീസ് തെക്കേത്തല, ഷാജു മോനാട്, സിൻഡോ പയ്യപ്പള്ളി, സിജോ ആന്റണി, ലിൻസൺ പല്ലൻ, VV പിയൂസ്, ജെയിംസ് പറപ്പിള്ളി, മധുസൂദനൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്റ്റാൻലോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ സർക്കാർ 1000 കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ താലൂക്ക് ആശുപത്രികളിലും മെഡിക്കൽ കോളേജും ജന ഹോസ്പിറ്റലുകളിലും പാവപ്പെട്ടവന് മരുന്ന് ലഭിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്തോരം താഴ്ത്തേക്ക്, എന്തോരം ഭൂമിയുടെ അടിയിലേക്കാണ് ഈ കേരളത്തിലെ മെഡിക്കൽ രംഗം പോയത്. അപമാനമാണ് ഈ കേരളത്തിലെ മെഡിക്കൽ രംഗം. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്ന വികസനങ്ങളെ ചൂട് പിടിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തെ കൈപ്പിടിച്ചുയർത്താൻ യാതൊരു ഫണ്ടും വെച്ചില്ല. മന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവൻ അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീ തലയോല പറമ്പിൽ നിന്ന് സ്വന്തം മകളുടെ ചികിത്സയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന ആ പാവപ്പെട്ട സ്ത്രീയുടെ കൊലപാതകം നടത്തിയത് കേരളത്തിലെ 2 മന്ത്രിമാരാണ് എന്ന് ആലോചിക്കണം. പേരെടുക്കാൻ പോയ വയറ്റാട്ടി ഇരുട്ട പറ്റൂ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോ കോട്ടയത്തെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണതിന് പേര് സമരം ചെയ്യാൻ വന്ന പുതുക്കാട് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പുതിയ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നുവെന്ന്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലെ ധർണയും മാർച്ചും നടത്തി. നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങളെ നേരത്തെ സൂചിപ്പിച്ചു. ഈ സമരത്തിന് എല്ലാ